ഒരു മിനിറ്റ് ജിന്ന ഒരു മിനിറ്റ് സംസാരം വേണം. ഓക്കെ മിണ്ടല്ല കരീമ. ഇതുവരെയുള്ള എല്ലാ പ്രശ്നവും ഇവിടെ അവസാനം ചെനീന്റെ മേലിൽ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ് ഓക്കെ ഓക്കെ ജിന്ന. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഈ ഗെയിമിൽ ഞാനൊരു സിമ്പിൾ ആയിട്ടാ കാണല്. ഓക്കെ ഒരു സിമ്പിൾ അത് കഴിഞ്ഞിട്ട് മൊത്തം. പക്ഷെ ഇനി മേലില് ഞാൻ ഈ കരീമിന്റെ പേര് എന്തായാലും ഗെയിമിന് ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ പോലും നിങ്ങൾ രണ്ടാളും എന്റെ ഡ്രസ്സിന്റെ സിബൈനെന്നും പറഞ്ഞിട്ട് രണ്ടാളും നോക്കി ചിരിച്ചിട്ടുണ്ട്, കളിയാക്കി ചിരിക്കുക ഇതിന്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോഴേ ഞാൻ കാണുന്നത് ആക്സിഡന്റ് പറ്റിപ്പോയത് അതൊക്കെ. പക്ഷെ നിങ്ങളെ വീട്ടിലെ പെങ്ങന്മാരോ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് ചിരിക്കോ? നോക്ക് ചിരിക്കോ? എന്തിനാണ് ആ കഥ കേൾക്കാൻ നിൽക്കുന്നത്? ജിന്ന് കരഞ്ഞു. ജിന്ന് കരയണം. കരഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ രസമുള്ളത്. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. എനിക്ക് കഥാപ്രസംഗം കേൾക്കാനുള്ള നേരമില്ല. ഓക്കെ മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? രണ്ടാളും ഇനി അതിനെ കുറിച്ച് സംസാരിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, ഇതുവരെയുള്ളത് കഴിഞ്ഞു. കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞ ഇനിമേൽ ഈ ഭർത്താനോ ഒരു ഇനിമേൽ നിങ്ങളെ പ്രശ്നം ഉണ്ടാകാം. ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നോഫിലുമുണ്ടല്ല, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. ഓക്കെ എന്റെ ന്യായം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് കേൾക്കണം. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ അടിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഒരു മിനിറ്റ് ഓളോട് എനിക്ക് പറയാനുള്ളത് കേൾക്കാക്കുമ്പോ മുണ്ടല്ല ലോപ്പലെ അങ്ങനെ പറക്കി വിടുക ഇജ്ജ് മുണ്ടല്ലേ? ഒരു മിനിറ്റ് ഞാൻ ഒരു മുണ്ടല്ലേ? ഒരു മിനിറ്റ്. ദേശത്തിലും കാര്യത്തിലൊന്നുമല്ല, ഒരു സാധാരണ ഒരു ചോദ്യം ജിന്നിനോട്. എന്റെ ലൈവില് ഓക്കെ നിന്നെ പറ്റി പല പേര് കമന്റ് ചെയ്തുമ്പോ ഞാൻ ഇന്നത്തെ വരെ വായിച്ചിക്കണോ? വായിച്ചിട്ടില്ലല്ലോ. നിമിഷം വരെ ഞാൻ എനിക്ക് പറയട്ടെ നീ ഒരു വട്ടല്ല, നീ പൊന്നാര ജിന്ന ഒരു വട്ടല്ലത് ഇത് വായിക്കണത്, പല വട്ടം നീ വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഓക്കെ നിക്കൊരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ലൈവില് പല ബാഡ് കമന്റും വരുമ്പോഴും ഞാൻ ഇപ്പുറത്തിരിക്കുന്ന പെണ്ണിനെ ഞാൻ ഇൻസൾട്ട് ആക്കാൻ നിൽക്കലില്ല. ആ കമന്റ് എടുത്ത് വായിക്കാൻ നിൽക്കില്ല. പല കമന്റും ഇതൊന്നല്ല കമന്റ്, പല മോഡലും കമന്റ് ഞാൻ വായിച്ചിക്കണോ? നീ കേട്ടിക്കണോ എന്തെങ്കിലും ഞാൻ വായിക്കണേ? ഞാൻ കളിയാക്കുന്നുണ്ട്, കളിയാക്കുണ്ടാവും, പലതും തെറ്റുണ്ടാവും. സംസാരിക്കണ്ട. കളിയാക്കി ചിരിക്കല് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അതുണ്ട്, അത് കളിയാക്കലുണ്ട്, കളിയാക്കി ചിരിക്കൽ അത് ഞാൻ ചിരിക്കലുണ്ട്. ഓക്കെ ഞാൻ ചിരിക്കലുണ്ട്. ഒരു മിനിറ്റ്. അത് ഞാൻ ഗിഫ്റ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ പണിഷ്മെന്റ് എടുക്കാതെ ഒരാൾ. ഞാൻ ഇതുവരെ എന്റെ അടുത്ത് പണിഷ്മെന്റ് എടുക്കാതെ പോയിക്കണോ? പട്ടാഗിരി പോയില്ല, എന്നെ കൊണ്ട് പറ്റൂല, എന്റെ ഇഷ്ടം ഇന്നല്ലേ അത് എന്തുകൊണ്ട് പോവാനുള്ള കാര്യം? വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് നെവർ മൈൻഡിൽ ഇട്ടതാ. പക്ഷെ ഇത് അവർ അത്രയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എന്താ പറയാ ഒരു ദേഷ്യമില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. എനിക്ക് കഴിഞ്ഞു. ഓക്കെ അന്റെ പണിഷ്മെന്റ് എന്താ? ഞാൻ എടുത്തോളാം, തയ്യാർ. അന്റെ അവിടുത്തെ അന്റെ അന്റെ ഗിഫ്റ്ററെ മാനിച്ചുകൊണ്ട് ഞാൻ ജിന്നോട് ആ പറഞ്ഞുകൊണ്ട് മാത്രം ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയതാ ഞാൻ. ഓക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇറങ്ങിപ്പോയതാ. അന്നെ പറ്റി ഇവിടെ പല കമന്റ് ചെയ്തുകൊണ്ട് ഞാൻ വായിച്ചാതിരിക്കണം. എന്താ അറിയാം അതിന്റെ മാന്യത, ഇന്റെ ഇത്. ഓക്കെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഇനി നിന്റെ പണിഷ്മെന്റ് എന്താന്നുള്ളത് നീ പറഞ്ഞോ, ഞാൻ എടുക്കാം. ഒന്നും വേണ്ട. പണിഷ്മെന്റ് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടുത്തെ ഗിഫ്റ്ററോട് ജസ്റ്റ് ഞാൻ അത് ചെയ്തു പോയി ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ എന്നോടല്ല, എന്റെ ഗിഫ്റ്റർ. ജസ്റ്റ് ഓക്കെ ചങ്കോളെ സിജാന്റെ ലൈവിലിരിക്കണ എത്ര ആളുണ്ട്? 100 ആളോ 200 ആളോ എത്ര ആളാണെങ്കിലും നിങ്ങൾക്കിത് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ റിയലി ഗിഫ്റ്റർമാരോട് വരെ ഞാൻ സോറി ചോദിക്കാനുള്ള കാരണമൊന്നുമല്ല. ഓൾ ഇന്നെ ഇൻസൾട്ടാക്കി സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അവളുടെ ഓരോ അവളുടെ കമന്റ് ഇവിടെ ഓരോന്ന് വരുമ്പോഴും ഞാൻ ഒരിക്കലും ഞാൻ എന്താക്കിയിട്ടില്ല, ഞാൻ വായിച്ച് റീപ്ലൈ കൊടുത്തിട്ടില്ല. മനസ്സിലാവുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല.
അപ്പൊ ഇങ്ങളെ ഗിഫ്റ്റർമാർക്ക് ഇങ്ങക്ക് എന്തിനും എന്നെ കൊണ്ടൊരു വിഷമായിട്ടുണ്ടെങ്കിൽ സോറി റിയലി. ഓക്കെ, അതിന്റെ മാന്യത. ഓക്കെ, പിന്നെ നീ പറഞ്ഞു പിന്നെ തെണ്ടി ജീവിക്കുന്നു. ഇതൊക്കെ നീ എങ്ങനെ ജീവിക്കുന്നത്? അതൊക്കെ നിനക്ക് പറയാൻ പറ്റണ വോയിസാ നീ പറഞ്ഞത്. വാവിട്ട വാക്കും കായ് വിട്ട വാക്കും നീ ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. കാര്യം എടുത്തിടണേ. ഞാനോ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെന്താ അറിയോ, ആയിക്കോട്ടെ ഇനിയിപ്പോ പ്രശ്നം അപ്പാടെ മ്യൂട്ടാണ്. ആ കമന്റ്സ് ഇവിടെ മ്യൂട്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെ വായിക്കുമ്പോ ഇവരാണ് എന്താ എഴുതിയോന് വായിച്ചേ, എന്തോ എഴുതിയോന്, അങ്ങനെയാണ് ഞാൻ വായിച്ചത്.